ഹലോ ഗൈസിലായിരിക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളുള്ള കായസും മൂപ്പൻസ് തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അത് കായസാണ് തുടങ്ങിയത്. പുള്ളി വന്നിട്ട് മൂപ്പനെതിരെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഇത് നന്മമരം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ ഈ കായസ് പറഞ്ഞ മെയിൻ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം വരെ ഈ മൂപ്പൻ രേണുവിനെ വലിച്ചു കയറിയിട്ടില്ല, അല്ലെങ്കിൽ രേണുവിൻ്റെ നെഗറ്റീവ് സൈഡൊക്കെ എല്ലാം പറഞ്ഞ, അല്ലെങ്കിൽ രേണുവിനെ കുറ്റം പറഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ രേണു ബിഗ് ബോസിൽ കയറിയത് മുതൽ പുള്ളി പ്ലേറ്റ് മാറ്റി അല്ലെങ്കിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങൾ പറയാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഈ കാണുന്ന ആൾക്കാർക്ക് ഈ മൂപ്പൻ രേണുവിൻ്റെ PR വർക്കാണോ അല്ലെങ്കിൽ ഈ രേണു മൂപ്പൻ തമ്മിൽ എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റ് ഉണ്ടോ, പുള്ളിക്കാരത്തെ ഈ PR വർക്ക് എടുത്തിട്ട് ബിഗ് ബോസിൽ ഹൈപ്പ് ഇട്ടാണ്ടോ, അല്ലെങ്കിൽ പുള്ളിക്കാരത്തെ അവിടെ നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിലുള്ള എന്തെങ്കിലും ബാക്കിൽ ഇവർ തമ്മിലുള്ള സംസാരം തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന രീതിയിൽ കുറേ കമൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കൈസ് ഇങ്ങനെ കുറേ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, മനസ്സിലായില്ല. അപ്പോൾ അതിൽ ഈ കൈസ് എന്ന് പറഞ്ഞ ആൾ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഇതാണ്. ഇന്നലെ വരെ ഈ രേണുവിനെ വലിച്ചേറിയ ആൾ ഇപ്പോൾ ബിഗ് ബോസിൽ കയറിയോടുകൂടി തന്നെ പുള്ളിക്കാരത്തിൻ്റെ നല്ല വശങ്ങൾ പറയുന്നില്ല, പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അതിന് ഒരു റിയാക്ഷനായിട്ട് ഈ മൂപ്പൻ എന്ന് പറഞ്ഞ പുള്ളിയും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ മൂപ്പൻ്റെ വീഡിയോ കുറേ കാണാറുണ്ട്, കുറേ റെഫർ ചെയ്യാറുണ്ട്. അപ്പം യൂട്യൂബിൽ ഒരു കൂട്ടം യൂട്യൂബ് റിയാക്ടേഴ്സ് ഉണ്ട്. അവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് നെഗറ്റീവ് ഇതായിരുന്നു, അല്ലെങ്കിൽ ഫുൾ ഇങ്ങനെ കുറ്റം പറച്ചിൽ മാത്രം, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ എന്താ പറയുക, ഒരാളുടെ മാക്സിമം കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ അയാളെ പറ്റി വെറുപ്പ് പ്രചരിപ്പിക്കുക എന്ന് പറയില്ലേ, അങ്ങനത്തെ വീഡിയോസ് മാത്രമാണ് ഒട്ടുമിക്ക യൂട്യൂബേഴ്സ് ഇടുന്നത്. അപ്പോൾ അതിൽ ഞാൻ പറയാം, മെയിനായിട്ട് ഈ എന്താണ് ഇങ്ങനത്തെ വീഡിയോസ് അല്ലെങ്കിൽ ഫുൾ നെഗറ്റീവ് ഒരാളെ പറ്റി വെറുപ്പിടുന്ന വീഡിയോസിൽ ഇടുന്ന ആളിൽ ഒരാളാണ് കൈസ് എന്ന് പറഞ്ഞ ആൾ. ഇയാളുടെ ഒട്ടുമിക്ക വീഡിയോസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഇതേ ഒരാളുടെ കുറ്റം പറഞ്ഞ് അയാളെ വെറുപ്പിക്കുന്ന രീതിയിലെങ്കിൽ കാണുന്ന ആൾക്ക് ആ ഒരു ഏത് വ്യക്തിനെ പറ്റിയാണോ ആ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അയാൾ വെറുപ്പ് തോന്നുന്ന രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് വിമർശിക്കണം. പക്ഷെ അത് നമ്മൾ വിമർശിച്ച് കഴിയുമ്പോഴത്തേക്കും അയാളത് ആ തെറ്റ് തിരുത്തുന്നു എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ അയാളെ വേട്ടയാടാത്ത രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ 1-2 പ്രാവശ്യം നമ്മൾക്ക് അയാൾക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലാതെ നമ്മൾ പിന്നെയും വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറഞ്ഞ് അയാളെ വേട്ടയാടുന്ന രീതിയിൽ ചെയ്യേണ്ടി പാടില്ല. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇതേപോലെ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത്. ഒന്ന് കൈസ്, പിന്നെ ഒന്ന് അതുൽ വ്ലോഗ്സ്, പിന്നെ ഡാനി സത്യൻ, പിന്നെ യൂഷ്വൽ സൈക്കോ, പിന്നെ ഇവരുടെ എല്ലാവരുടെയും തലതൊട്ടപ്പന്മാരായിട്ടുള്ള ഒരാളാണ് രാജ് ടോക്സ് എന്ന് പറഞ്ഞ ആൾ. ഈ രാജ് ടോക്സ് എന്ന് പറഞ്ഞ ആൾക്ക് ഞാൻ നേരത്തെ ഇയാളൊരു മൈത്രേനെ പറ്റി വീഡിയോ ചെയ്തിട്ട് ഈ എന്താണ് ആ വീഡിയോ പൊളിച്ചെടുക്കുന്ന രീതിയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ രാജ് ടോക്സിനെതിരെ. എന്നിട്ട് അയാളുടെ ആ പർട്ടിക്കുലർ വീഡിയോയിൽ പോയിട്ട് ഞാൻ കൊണ്ട് പോസ്റ്റും ചെയ്ത് 2 വീഡിയോസായിട്ട് ഞാൻ ചെയ്തത്, പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് ചെയ്തത്. എന്നിട്ട് ആ സംഭവം പോസ്റ്റ് ചെയ്തിട്ട് ഇയാൾ 2 തവണ എടുത്ത് ഡിലീറ്റ് ചെയ്ത്. കാരണം അയാൾക്ക് ഞാൻ പറയുന്ന ആശയങ്ങളോട് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അയാളുടെ സൈഡ് ബോധിപ്പിക്കാനായിട്ട് അയാൾക്ക് വാക്കുകൾ കിട്ടുന്നില്ല. കാരണം ഇവന്മാർക്കുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാർക്ക് കുറേ കുറ്റങ്ങൾ പറയാം. കുറ്റം പറയാണ്ട് വലിയ കഴിവുകളൊന്നും വേണ്ട, മനസ്സിലായി. ഇപ്പോൾ അത് ചെറിയ ക്ലാസ്സിലെ കുഞ്ഞിപ്പിള്ളേരാണെന്നുണ്ടെങ്കിലും എന്താണ് മിസ് എൻ്റെ റബ്ബർ എടുത്തു അല്ലെങ്കിൽ എൻ്റെ പെൻസിൽ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയില്ലേ, ആ സെയിം സംഭവം തന്നെ വലുതായപ്പോഴത്തേക്കും കുറച്ച് പൊലിപ്പിച്ച് പറയാം, ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയാം. അതാണ് ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒട്ടുമിക്ക വീഡിയോസും. ചില വീഡിയോസ് അവർ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, അത് വളരെ നല്ല കാര്യം, അതൊന്നും നമ്മൾ കാണാണ്ട് പോകുന്നില്ല. പക്ഷെ കൂടുതൽ വീഡിയോസ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ സമൂഹത്തിന് ഒരു ഗുണമില്ലാത്ത വീഡിയോസ് ആണ് ഇവന്മാരെടുത്തിടുന്നത്. ഈ രേണു സുധിയുടെ വീഡിയോ അതൊക്കെ ഒന്നും സമൂഹത്തിന് ഒരു ഗുണവും ചെയ്യുന്നില്ല, മനസ്സിലായില്ലേ. ആരെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നത് ചൂണ്ടിക്കാണിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ ഒരു നന്മ ചെയ്യുന്നത് ചൂണ്ടിക്കാണിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പറയാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആളുടെ ഒരു അഴിമതി, ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കേസിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമൂഹ്യ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവന്മാർ ചർച്ച ചെയ്യില്ല. കാരണം ചർച്ച ചെയ്യേണ്ട അറിയാനും പാടില്ല, ഇവർക്ക് അത് ഒരു ആശയമായിട്ട് കൊണ്ടുവന്ന് അവതരിപ്പിക്കാനായിട്ടുള്ള വിവരം ഇല്ല അവർക്ക്. ജസ്റ്റ് ഇങ്ങനെ കുറ്റം പറയാനുള്ള സംഭവം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഓൾറെഡി ഈ ഗ്രൂപ്പ് ഓഫ് ഈ യൂട്യൂബേഴ്സ്, അപ്പം ഈ കുറച്ച് പേരുകൾ പറഞ്ഞില്ലേ, ഈ പേരുകളുടെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളാണ് മൂപ്പൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുള്ളിയുടെ വീഡിയോസ് ഞാൻ കാണുമ്പോഴത്തേക്കും പുള്ളിക്ക് അത്യാവശ്യം വെളിവും ബോധവും അതേപോലെ തന്നെ അത്യാവശ്യം ഒരു മാനുഷിക പരിഗണനയൊക്കെ ഉള്ളതാണ്. കാരണം പുള്ളി ഒരാളെടുത്ത് വിമർശിച്ച് കഴിഞ്ഞിട്ട് ആരെയാണോ ഈ മൂപ്പൻ വിമർശിക്കുന്നത് അയാൾ ആ തെറ്റ് തിരുത്തി വരുന്നതെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് പിന്നിടുന്നത് ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ രേണുസുതി ആണെന്നുണ്ടെങ്കിലും പിന്നെ നേരത്തെ RJ അഞ്ജലിയുടെ ആ ഒരു പ്രാങ്ക് കോള് അതിട്ടപ്പോഴത്തേക്ക് 2 വീഡിയോസ് മൂപ്പിനിട്ടുണ്ടായിരുന്നു. 3ാമത്തെ വീഡിയോയിൽ പറഞ്ഞ് നമ്മൾ ആ ഒരു കാര്യം കഴിഞ്ഞ് നമുക്ക് ഇനി അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല, പുള്ളിക്കാരത് മാപ്പ് പറഞ്ഞു എന്നുള്ള സംഭവത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള യൂട്യൂബേഴ്സ്, ഞാനീ പേര് പറഞ്ഞിട്ടുള്ള കായസ്, അതുൽ വ്ലോഗ്സ്, ഡാനി, രാജ് ടോക്സ്, പിന്നെ യൂഷ്വൽ സൈക്കോ,
പിന്നെ ഉണ്ട് 2-3 എനിക്ക് എല്ലാവരുടെയും പേര് കിട്ടുന്നില്ല. അപ്പോൾ ഇവന്മാരെ ഫുൾ നെഗറ്റീവ് മാത്രം. ഒരു വീഡിയോയിൽ പോലും ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ മാത്രം ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവർ ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല, ചിലപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോസിൻ്റെ ഇടയിൽ മുങ്ങിപ്പോയതായിരിക്കും. ഇവരുടെ ചാനലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഈ അതുൽ വ്ലോഗ്സ്, ഡാനി സത്യൻ, ഇവരുടെ ചാനലിൽ ഫുൾ ഒട്ടുമിക്ക ഈ 5-6 മാസത്തിനിടയിൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്തിരിക്കുന്നത് രേണുസുതിക്ക് നേരെയുള്ള ഒരു സൈബർ ആക്രമണം എന്നുള്ള രീതിയിലാണ്. അതിൽ അവരുടെ കമൻസിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാണ്ട് പറ്റും. കൂടുതലും ഇവരുടെ മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരാണ് ഈ വീഡിയോസ് കാണുന്നത്, മനസ്സിലായില്ലേ. ബാക്കി കുറച്ചും കൂടി പുരോഗമന ചിന്തയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാനസിക പരിഗണന കൊടുത്ത് ചിന്തിക്കുന്ന ആൾക്കാരൊന്നും ഇവരുടെ വീഡിയോസ് കാണത്തില്ല. കാരണം നമുക്കതൊന്നും കണ്ടിരിക്കാൻ പറ്റില്ല. ഫുൾ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഈ കായസ് ഈ മൂപ്പന് എതിരൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അതിൽ മൂപ്പൻ കഴിഞ്ഞ ദിവസം അതിനൊരു റിയാക്ഷൻ പോലെ അല്ലെങ്കിൽ ഒരു റിപ്ലൈ പോലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മെയിനായിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീ എവിടെയാണ് സ്ഥലം എന്ന് വെച്ചാൽ പറഞ്ഞാൽ ഒറ്റക്ക് വന്നിട്ട് ഇവരുടെ ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടല്ല, ഒരു ഗ്രൂപ്പാണല്ലോ എന്നുള്ളത് തെളിവും സംഭവമൊന്നുമില്ല. പക്ഷേ ഈ കാണുന്ന ആൾക്കാർക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇവരുടെ എല്ലാവരുടെയും വീഡിയോസ് ഒരേപോലെ തന്നെയാണ് വരുന്നത്. അല്ലാതെ ഇവർ തമ്മിലുള്ള വലിയ വ്യത്യസ്തകളല്ലേ. പിന്നെ ഒരു റേണുസിനെ പറ്റി ഒരു വീഡിയോ അതുൽ വ്ലോഗ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റേ കായ്സ് ഇടും, അല്ലെങ്കിൽ ഡാനിസത്തിനും ആ സെയിം സംഭവം എടുത്തിട്ട് തന്നെ അതിൻ്റെ ഇടും. പക്ഷെ വേറെ കുറച്ച് ആൾക്കാർ യൂട്യൂബ് റിയാക്ടേഴ്സ് ഇടുന്നത് വേറെ വിഷയങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങൾ. പ്രത്യേകിച്ച് ഈ സ്മൃതിയുടെ ഒരു ചാനൽ ഞാൻ ഇടയ്ക്ക് ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സ്മൃതി എന്ന് പറഞ്ഞ പെൺകുട്ടിയൊക്കെ മിക്കപ്പോഴും ഈ രാഷ്ട്രീയപരമായിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തിട്ട് കാണാറുണ്ട്. കുറേയൊക്കെ ഇങ്ങനെ നെഗറ്റീവ് ടോക്സിക് വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിലും പുള്ളിക്കാരത്തി കുറച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള വീഡിയോസ് എടുത്ത് ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ അത്രയും പോലും കട്സില്ലാത്തവന്മാരാണ് ഇവന്മാർ. കാരണം ഇവന്മാർ ഇവർക്ക് ഒരു ദ്രോഹവും ചെയ്യാത്ത ആൾക്കാരുടെ, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒന്നും പറ്റത്തില്ല, മനസ്സിലായി. അല്ലെങ്കിൽ ഇവരുടെ ചലഞ്ച് ചെയ്യാണ്ട് പറ്റത്തില്ല എന്നുള്ള ഇവരുടെ ലെവലിലേക്കാളും കുറച്ചും കൂടി താഴെയുള്ള, അല്ലെങ്കിൽ പ്രതികരിക്കില്ലെന്ന് ഉറപ്പുള്ള ആൾക്കാരുടെ വീഡിയോസാണ് ഈ ഗ്രൂപ്പ് ഓഫ് ടീംസ് എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു റിപ്ലൈ കൊടുത്തിട്ട് ഈ മൂപ്പൻ പറഞ്ഞു തന്നാൽ പിന്നെ നിങ്ങൾ നേരിട്ട് ഒരു സ്ഥലം പറഞ്ഞാൽ അവിടെ ഒന്ന് സംസാരിക്കാണ്ട് ചലഞ്ച് ചെയ്യുന്നുള്ള ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പിന്നെയും ഒരു റിപ്ലൈ കൈസ് ഇപ്പോൾ ഒരു 3 മണിക്കൂർ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഇവർ ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് മനസ്സിലായി കൈസിനൊക്കെ ഒട്ടും ധൈര്യമില്ലാത്തവന്മാർ. കാരണം അങ്ങനെ ചലഞ്ച് ചെയ്യുമ്പോഴത്തേക്കും വരാണ്ടി പറഞ്ഞു അവിടെ നേരിട്ട് സംസാരിക്കണം, അതാണ് വേണ്ടത്. അല്ലാതെ നിങ്ങളതിൽ നിന്ന് മാറി നിന്നിട്ട് ഈ കായസ് പറഞ്ഞത് എനിക്ക് അതിന് സമയമൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് കണ്ട് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ നിന്നെ ചായ ഒന്നും സൽക്കരിക്കാൻ വേണ്ടിയിട്ടല്ല ഉള്ള സമയമൊന്നും എനിക്കില്ല എന്നുള്ള സംഭവങ്ങളൊക്കെ പറയാണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ അതിൽ തന്നെ മനസ്സിലാവും ഈ കായസ് എന്ന് പറഞ്ഞാൽ പേടിത്തൂറിയാണെന്നുള്ളത്. ഒരാൾ നേരിട്ട് വരാൻ വേണ്ടി ചലഞ്ച് ചെയ്യുന്നത് പറയുമ്പോഴത്തേക്കും നേരിട്ട് തന്നെ ചലഞ്ച് ചെയ്യുക. അയാൾ വരും, നിങ്ങളെടുക്കുന്ന സ്ഥലത്ത് അയാൾ വരാമെന്നല്ലേ പറഞ്ഞു. അപ്പോൾ അയാൾ വരും. വന്നില്ലെങ്കിൽ അത് മൂപ്പൻ്റെ കുറ്റമായിട്ടുള്ള വീഡിയോ നിങ്ങൾ ചെയ്തോ. അപ്പോൾ നിങ്ങൾ ചലഞ്ച് ചെയ്യുമ്പോഴത്തേക്കല്ലേ നിങ്ങൾ ഇതേപോലത്തുള്ള ഒരു പരാമർശം മുന്നോട്ട് വെക്കുമ്പോഴത്തേക്കും അത് അയാൾ തിരിച്ച് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനുള്ള കട്സ് നിങ്ങൾ കാണിക്കണം. അല്ലാതെ ഈ പേടിച്ചോറികളെ പോലെ എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ ഈ യൂട്യൂബിൽ തന്നെ ഉത്തരം തന്നാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തിനാണ് യൂട്യൂബിൽ തന്നെ ഉത്തരം തന്നെ വന്നത്? ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തമ്മിൽ തന്നെ നേരിട്ട് പറഞ്ഞു തീർക്ക്. എന്നിട്ട് അതിൻ്റെ ഒരു ഇപ്പോൾ ഫസ്റ്റത്തെ വീഡിയോസ് ഇപ്പോൾ തന്നെ കായസിട്ട്, സെക്കൻഡ് വീഡിയോ പിന്നെ മൂപ്പനിട്ട്. അപ്പോൾ അത് ജനങ്ങൾ, അല്ലെങ്കിൽ ഈ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് അറിഞ്ഞു എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇതിൻ്റെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അപ്ഡേറ്റ് കൂടി ഞങ്ങൾക്ക് കാണുക. കാരണം ഇത് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം ഇത് കാണിച്ചു, അല്ലെങ്കിൽ ഞങ്ങളെ അറിയിച്ചു എന്നുള്ള രീതിയിൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ സൊല്യൂഷൻ, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ചിട്ട് എന്താണ് അതിലുണ്ടായതെന്നുള്ള അപ്ഡേറ്റോ, അല്ലെങ്കിൽ അതിൻ്റെ ലൈവ് എന്തെങ്കിലും ഫൂട്ടേജസോ നിങ്ങൾക്ക് കാണേണ്ട ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കായസ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഇങ്ങനെ തന്നെ ഈ യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്ത് മനസ്സിലായില്ല. കാരണം രണ്ടാൾക്കാർ തമ്മിൽ ഇങ്ങനെ അടിപിടി കൂടുന്ന സംഭവങ്ങൾ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് അത് കണ്ട് രസിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് വ്യൂവേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് അവന്മാരുടെ വ്യൂസ് കൂട്ടി അതിൽ നിന്ന് വ്യൂവേഴ്സിനെ കൂട്ടി ഇൻകം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതായിരിക്കും ഇവൻ ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഈ കായസ് പറഞ്ഞ കാര്യത്തിൽ കഴമ്പൊന്നുമില്ല. കാരണം മൂപ്പൻ്റെ വീഡിയോസ് ഞാൻ കുറേ നാളായിട്ട് ഫോളോ ചെയ്യാനാണ്. അപ്പോൾ അയാളുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഇയാൾ രേണുസുദിനെ വിമർശിച്ചിട്ടും അതേപോലെ തന്നെ രേണുസുദിനെ സപ്പോർട്ട് ചെയ്തിട്ടും ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ എൻ്റെ ചാനലാണെങ്കിൽ തന്നെ ഞാൻ രേണുസുദിനെ വിമർശിച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ അവരെ വിമർശിച്ച ആകെ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അത് ആ ഒരു
എന്താണ് ലോട്ടറി ടിക്കറ്റിൻ്റെ കാര്യം. ആ ലോട്ടറി ടിക്കറ്റിൻ്റെ സംഭവങ്ങൾ മാത്രമാണ് അവർ ചെയ്തതിൽ സമൂഹത്തിന് ദോഷമുള്ള കാര്യം. അപ്പോൾ അത് അവർ എന്താണ് അത് തിരിച്ചു വന്നിട്ട് സോറിയൊക്കെ പറഞ്ഞ് അതിൻ്റെ പൈസയൊക്കെ തിരിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ വേറെ ഒരു സമൂഹത്തിന് ദോഷം ഉണ്ടാകുന്ന ഒരു കാര്യം പോലും രേണുസുതി ചെയ്തിട്ടില്ല ഇന്നവരെ. അത് ചെയ്യുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും വിമർശിച്ചിരിക്കും. ആ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടത് അങ്ങനെ അതിൽ സത്യമുണ്ടെന്ന് ആണെന്നുണ്ടെങ്കിൽ. പിന്നെ ഈ വീട് വെച്ച കാര്യമാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു വീട് ഫ്രീ ആയിട്ട് വെക്കുകയാണെങ്കിൽ കൂടിയും അത് വെക്കുമ്പോഴത്തേക്കും മര്യാദക്ക് നല്ല രീതിയിൽ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സുണ്ടാവണം, മനസ്സിലായില്ലേ? അല്ലാണ്ട് ഒരു വർഷമായിട്ടുള്ള വീട്ടിലെങ്ങനെ ലീക്ക് ഉണ്ടാകുന്നത്? എൻ്റെ ഈ വീട് ഒരു വർഷം കഴിഞ്ഞതുള്ളൂ, ഒരു വർഷം ഒരു 4-5 മാസം കഴിഞ്ഞുള്ളൂ. ഈ കഴിഞ്ഞ മഴ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ വർഷത്തുണ്ടായ മഴയത്ത് പോലും ഒരു തുള്ളി പോലും ലീക്ക് ചെയ്തിട്ടില്ല. കാരണം ഇത് അത്രയും ക്വാളിറ്റി ഉള്ള കാര്യങ്ങളിൽ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ സിമെൻറ്റിൻ്റെ അല്ലെങ്കിൽ തേപ്പിൻ്റെ ക്വാളിറ്റി കുറയുമ്പോഴത്തേക്കാണ് അവിടെ ആ ലീക്കും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ അത് മര്യാദക്ക് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടിട്ടാണ് ആ വീടിൻ്റെ സംഭവങ്ങൾ അവിടെ വന്നതും. അത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട്. ആ കിച്ചുവിൻ്റെ ആ ഒരു ലൈവിൽ അവിടെ കറക്റ്റായിട്ട് ആ വരാന്തയിൽ കാണുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു ഭിത്തിയിൽ നനവ് കാണുന്നുണ്ട്, മനസ്സിലായില്ലേ? അതെങ്ങനെയാണ് അവിടെ ലീക്ക് വരുന്നത്? പുതിയ വീട് ഒരു 5 വർഷം പഴക്കമുള്ള വീടാണെങ്കിൽ നമുക്ക് പിന്നെയും പരിഗണിക്കാം. ഇത് 1 വർഷം പോലും ആയിട്ടില്ലെന്നുള്ളൊരു സംഭവം പറയുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അല്ലാണ്ട് രേണുസുതി എന്ത് കാണിച്ചിട്ടുണ്ടെങ്കിലും എന്ത് റീൽസ് ഇട്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അവർ എന്ത് ഇൻ്റർവ്യൂ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അത് സമൂഹത്തിന് മറ്റൊരാൾക്ക് ദോഷമില്ലാത്ത അടുത്തോളം കാലം നമ്മളതേ വിമർശിക്കേണ്ട കാര്യമില്ല. അത് അവരെ മാത്രം സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്, മനസ്സിലായില്ലേ? ഇത് ഇവന്മാരുടെ ഞാൻ പറഞ്ഞില്ലേ ഈ ഗ്രൂപ്പ് ആൾക്കാരുടെ ഞാൻ പറഞ്ഞ ആൾക്കാരുടെ യൂട്യൂബ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഫുൾ ടോക്സിക് കണ്ടിട്ട് പറഞ്ഞാൽ ഫുൾ ടോക്സിക്കാണ്. നമുക്കത് കണ്ടിരിക്കാനായിട്ടേ പറ്റത്തില്ല. ഇതിനെപ്പോലത്തെ കുറേ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആൾക്കാരാണ് ഇവന്മാരുടെ വ്യൂവേഴ്സ്. ഇവന്മാരെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് സപ്പോർട്ട് ചെയ്യും. കൊള്ളാം സൂപ്പർ കായസ് കൊള്ളാം മറ്റേ നമ്മൾ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഇവന്മാർ വിചാരിക്കുന്നത് ഇവന്മാർക്ക് സപ്പോർട്ട് ഉണ്ടെന്നാണ്, മനസ്സിലായില്ലേ? നാളെ ഇവർക്ക് എന്തെങ്കിലും പറ്റിയില്ല, ആക്സിഡൻ്റ് ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമാരൊക്കെ പറ്റി കഴിയുമ്പോഴത്തേക്കും ഒറ്റൊരുത്തും സപ്പോർട്ട് ഉണ്ടാവില്ല. അന്ന് നിങ്ങളുടെ വീട്ടുകാർ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള കുറച്ച് സുഹൃത്തുക്കളും കാണുള്ളൂ. ഈ സബ്സ്ക്രൈബേഴ്സ് ആ സമയത്ത് വേറെ ഏതെങ്കിലും യൂട്യൂബർ പോഴന്മാരുടെ പുറകെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതിലൊക്കെ പറയുമ്പോഴത്തേക്കും ഈ കായസ് പറയുന്ന ആ വ്യക്തി വെല്ലുവിളി സ്വീകരിക്കണം. എന്നിട്ട് നേരിട്ട് കണ്ടിട്ട് നിങ്ങൾ സംവാദം നടത്തുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്നിട്ട് നമുക്കും അതിൻ്റെ ഫൂട്ടേജസ് കാണിക്കുക. നിങ്ങൾ ഇത് പബ്ലിക്കായിട്ട് രണ്ടുപേരും പബ്ലിക്കായിട്ട് മൂപ്പനാണെന്നുണ്ടെങ്കിലും കായസ് ആണെന്നുണ്ടെങ്കിലും ഈ വീഡിയോ പബ്ലിക്കായിട്ട് കൊണ്ടുവന്നുകൊണ്ട് തന്നെ അതിൻ്റെ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൽ അല്ലാണ്ട് വേറെ കഴമ്പും കാര്യങ്ങളൊന്നുമില്ല. ഇത് ഈ കായസ് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഈ മൂപ്പൻ ഒരാളെ പറ്റി കുറ്റം പറഞ്ഞാൽ അയാളെ പറ്റി കുറ്റം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ കായസിൻ്റെ സെയിം മെൻറ്റാലിറ്റിയിലേക്ക് വന്നെന്നുള്ളതാണ് പറയുന്നത്. അവൻ്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇവൻ ആദ്യം പറഞ്ഞില്ല, ഈ കായസ് എന്ന് പറഞ്ഞവൻ ആദ്യം പറയുന്നതല്ല പിന്നെ പറയുന്നത്, മനസ്സിലായി? അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയും മറിച്ചും പറയാൻ വേണ്ടി പറ്റും. എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് കുറച്ച് എടുത്ത് വെച്ച് ഞാൻ റിയാക്ട് ചെയ്യാം. പക്ഷേ കുറേ സമയമാവും. ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും അധികം സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ടിട്ട് എൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.